അപ്പൊ സ്വരൂപേ, എപ്പോഴാണ് തോന്നിയത് ആം, ആഫ്രിക്കയിലേക്ക് ഒരു വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി ട്രിപ്പ് പോകണമെന്നുള്ളത്? അപ്പോൾ എല്ലാവർക്കും ദ അൺടൈംഡ് ലൈൻസ് പോഡ്കാസ്റ്റിൻ്റെ ആദ്യത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മുടെ കൂടെയുള്ളത് സ്വരൂപാണ്. സ്വരൂപ് ഒരു ലാൻഡ്സ്കേപ്പ് ബേർഡിംഗ് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറാണ്. അതെ, അതുപോലെ സിബുവും എനിക്ക് തോന്നുന്നു ലാൻഡ്സ്കേപ്പ് ഫോട്ടോഗ്രാഫിയിൽ തുടങ്ങി ആസ്ട്രോയും ബേർഡിങ്ങും ഇപ്പോൾ റീസെൻ്റ്ലി നമ്മളോട് ആഫ്രിക്കയിലോട്ട് വന്നു. അപ്പോൾ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി എല്ലാം ചെയ്യുന്ന അല്ലേ അതെ, അതെ, അതെ. കൂട്ടത്തിലാണ്. ഇപ്പൊ ഈ ആഫ്രിക്കയിലേക്ക് വരുമ്പോഴാണ് വൈൽഡ് ലൈഫിലേക്ക് സ്വിച്ച് ചെയ്യുന്നതെന്ന് വേണമെങ്കിൽ പറയാം. അതെ അല്ലെ, അതെ നമ്മൾ ആദ്യം തീർച്ചയായും. കാണുന്നത് നൈറോബിയിലാണ് അല്ലെ, അതെ ആംബോസിലേക്ക് നമ്മൾ പോകുന്നതിന് പോകുന്നതിന് തലേ ദിവസം മുന്നേ. ലാൻഡിങ് ഹോട്ടലിൽ കറക്റ്റ്. വെച്ച് നമ്മൾ കണ്ടത്. അതെ, അതെ, അതെ. അപ്പോൾ എന്തായിരുന്നു അപ്പം ഓവറോൾ എക്സ്പീരിയൻസ്? ഓവറോൾ എക്സ്പീരിയൻസ് ഗംഭീര എക്സ്പീരിയൻസ് ആയിരുന്നു. എൻ്റെ ആദ്യത്തെ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി ട്രിപ്പാണ്. ഓക്കെ, അതെ. അതുപോലെ തന്നെ പക്ഷെ ഞാൻ ബേർഡിംഗ് ട്രിപ്പുകൾ ചെയ്തിട്ടുണ്ട്. ഉം. ഞാനൊരു ബേർഡിംഗ് ഫോട്ടോഗ്രാഫിയാണ് എന്നെ അറിയാവുന്നവർ, ഉം. പ്രൊഫൈലൊക്കെ നോക്കുന്നവർ മോസ്റ്റ്ലി ബേർഡ് ഫോട്ടോഗ്രാഫീസ് ആണ് കാണുന്നത്. അതെ പക്ഷേ റീസെൻ്റ്ലി ഒരു ഗിയർ ചേഞ്ച് ഉണ്ടായത് ആയിരുന്നു അല്ലേ. അതെ, നൈറോബിയിൽ വന്ന് നമുക്കപ്പോൾ നമ്മൾ അംബോസലിൽ തന്നെ തുടങ്ങാം. സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതെ, കറക്റ്റ്. അപ്പോൾ ഉം. ആംബോസിലി എന്ന് പറഞ്ഞാൽ അത് എന്താ പറയാ, ഗംഭീര സ്ഥലമാണ്. അപ്പൊ ജയന്റ് എലിഫൻസ് അല്ലെ, ഉം. നമ്മൾ അതിന്റെ ഒരു ഇത്രയും പാരഡൈസ് ആയിരുന്നു. കറക്റ്റ് 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 നമ്മള് ഇപ്പൊ ഉം. നാഷണൽ ജോഗ്രഫിക്കിലും അല്ലെങ്കിൽ BBC വേൾഡിലൊക്കെ സ്ഥിരമായിട്ട് നമ്മൾ കാണുന്നതാണ്. ഇപ്പൊ ഞാൻ സ്ഥിരമായിട്ട് ഡോക്യുമെന്ററീസ് കാണുന്ന ആളാണ്. അപ്പം ഇതില് നമ്മൾ 2D കാണുമ്പോൾ ഉണ്ടാകുന്ന ഉം. ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. അതൊന്നും അല്ല എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും അല്ലെ. തീർച്ചയായും. നമ്മൾ അതെ, ആംബോസിൽ ചെന്ന് തീർച്ചയായും കഴിഞ്ഞാൽ അത്രയും തീർച്ചയായും. ജൈന്റ് ആയിട്ടുള്ള എലിഫൻസ്, ആനകൾ ഉം. നമ്മുടെ ഏറ്റവും അടുത്ത് കാണാൻ പറ്റുന്ന ഒരു ഉം. ഒരു ഒരു ഗംഭീര എക്സ്പീരിയൻസ് ആണ്. ആംബോസിലി ആക്ച്വലി ജയന്റ് എലിഫൻസിനെ കാണാൻ അല്ലെങ്കിൽ എലിഫൻസിനെ കാണാനായിട്ട് പോകാൻ പറ്റിയ സ്ഥലമാണ്. തീർച്ചയായും അല്ലെ, തീർച്ചയായും. അതാണ് മെയിൻ അട്രാക്ഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ഈവൻ ദോ അതെ, അംബോസലിലെ മെയിൻ നമുക്കവിടെ അട്രാക്ഷൻ തന്നെ അതെ കറക്റ്റ് നമ്മൾ ചീറ്റയെ ജയൻസ് കണ്ടായിരുന്നു, ആണ്. കുറച്ച് ലയൺസിനെ കണ്ടായിരുന്നു. അങ്ങനെ അതെ. ആ, കുറച്ച് വെറൈറ്റി അത് ആയിട്ടുള്ള ഓസ്ട്രിച്ചാണ് അല്ലെ, അതെല്ലാം വെറൈറ്റീസ് റെയർ സൈറ്റിങ്സ് ആണ്. ലയൺസും ചീറ്റാസ് എല്ലാം കുറച്ച് റെയർ ആണെന്നുണ്ടെങ്കിലും റെയർ ആണ്. കറക്റ്റ്. പക്ഷേ പക്ഷേ ജയൻസ് എലിഫൻസ് തന്നെയാണ്. അതുപോലെ കറക്റ്റ്. നമ്മളുടെ ഐക്കോണിക് ആയിട്ടുള്ള ഫ്രെയിംസ് ഉണ്ടല്ലോ, കിളിമഞ്ചാരോന്റെ അതെ, അതെ, താഴെയുള്ള അതെ. കറക്റ്റ്, വലിയ കറക്റ്റ്. ടസ്കേഴ്സിന്റെ ഒക്കെ ഫ്രെയിം. അത് സ്വരൂപിന് കഴിഞ്ഞ തവണ പോയപ്പോ ഒരു കഴിഞ്ഞ ഫോട്ടോ തവണ കിട്ടിയിട്ടുണ്ട് അല്ലെ, ക്രെയ്ഗിനെ ക്രൈഗിന്റെ കണ്ടായിരുന്നു. കൂടെ അല്ലെ. ക്രെയ്ഗിന്റെ ഫോട്ടോ കിട്ടിയായിരുന്നു കിളിമഞ്ചാരോന് അതെ, താഴെ. അതൊരു നമ്മളൊരു എന്താ പറയുക, ഒരു ബക്കറ്റ് ലിസ്റ്റ് ഷോട്ടായിരുന്നു. അത് പോയ ദിവസം രാത്രി വൈകുന്നേരം തന്നെ ഫസ്റ്റ് സഫാരി തന്നെ നമുക്ക് കിട്ടിയായിരുന്നു. അതെ. പക്ഷെ ഞാൻ കുറച്ച് അൺലക്കി ആയി പോയി. ഞാൻ വന്നപ്പോഴേക്കും ഇത്തവണ നമ്മൾ പോയപ്പോ ക്രൈഗ് ഉണ്ടായിരുന്നില്ല കാണാൻ പറ്റിയില്ല. അല്ലെ, ഇല്ല, റിസർവില്. ഒരു ക്രൈഗ് കൺസർവൻസിലോട്ട് കയറ്റിയായിരുന്നു, അതെ, സുഖമില്ലെന്ന് അതെ, പറഞ്ഞിട്ടില്ലേ. അതെ, അതെ. പിന്നെ ക്രൈഗ് നമ്മൾ ചതിയും അവിടുന്ന് ചെയ്തു. പിന്നെ നമ്മൾ അതെ ആ, അപ്പൊ ഇനിയിപ്പോ എനിക്ക് ആ ഭാഗ്യം ഇല്ല. ക്രൈഗിനെ കാണാൻ പറ്റില്ല ഇനി. അതെ ക്രേഗ് ഉം, ശരിയാണ്. അതെ, പിന്നെ നമ്മൾ അവിടുന്ന് മസായിമാരേക്കാണ് പോയത്. അവിടെയാണ് അതെ, നമ്മുടെ ആക്ച്വലി കുറച്ചും കൂടി ലെങ്തി ഉണ്ടായിരുന്നത് അല്ലേ, ലെങ്തി സ്റ്റേ അതെ. ഉണ്ടായിരുന്നത്. നമുക്ക് ഇതൊരു 5 ദിവസം കുറച്ചുകൂടെ 5 നമുക്ക് നൈറ്റ് അല്ലെ. അതെ 5 നൈറ്റ് നമുക്ക് കിട്ടി. 5 അതുപോലത്തെ എന്താ പറയുക, ലോങ് ആയിട്ടുള്ള സഫാരി ആയിരുന്നു നമ്മൾ അതെ, മസായിമാരെ ചെയ്തത്. അവിടെ നമ്മൾ ഒരുപാട് ഇതുപോലെ നമ്മൾക്ക് ബക്കറ്റ് ലിസ്റ്റിലുണ്ടായിരുന്ന ഒരുപാട് വെറൈറ്റീസ് നമ്മൾ കിട്ടി. ഭാഗ്യത്തിന് ബാറ്റിയേഡ് ഫോക്സ്, അതുപോലെ സെർവൽ കാറ്റ്, ഒരുപാട് അതെ. ലയൺ പ്രൈഡ്സ്, അതുപോലെ ലയൻ്റെയും ചേസ്, അതുപോലത്തെ ഒരുപാട് അല്ലേ, ജിറാഫിൻ്റെ ഒക്കെ മോർണിംഗ് ഷോട്ട്സ് മോർണിംഗ് ഷോട്ടുകൾ അമേസിങ് കറക്റ്റ്. ആയിരുന്നു. അതെല്ലാം കറക്റ്റ്. അതെ, അതെ, അതെ. അത് അല്ല, കഴിഞ്ഞിട്ട് അത് നമ്മൾ ലൈക്കിപ്പിയയിലേക്ക് പോയി അല്ലെ. ലൈക്കിപ്പിയയില് നമ്മുടെ അതെ ഒരേ ഒരു എഗെയിൻ ഉദ്ദേശം നമ്മുടെ ഉണ്ടായിരുന്നുള്ളൂ. ബക്കറ്റ് അതെ, ലിസ്റ്റ്. അതെ, അതെ, അതെ. അതെ ഗിസെ നമ്മൾ കാണുക എന്നുള്ളതാണ്. അതെ ഒരു തവണയെങ്കിലും കാണാൻ പറ്റണം എന്നുള്ള ഒരു ആഗ്രഹത്തിലാണ് നമ്മൾ പോയത്. പക്ഷെ നമ്മള് തീർച്ചയായും. ഏതാണ്ട് ഒരു 3.5 ദിവസം അവിടെ ഉണ്ടായിരുന്നു. ഏതാണ്ട് ഒരു അതെ 7 സഫാരി ചെയ്തു. 7 സഫാരിയിൽ നമുക്ക് ഗിസയുടെ സൈറ്റിംഗ് കിട്ടി. ഗിസയുടെ അടിപൊളി. കൂടെ ഓ ഗിസയുടെ 2 കപ്സും ഉണ്ടായിരുന്നു അല്ലെ. തീർച്ചയായും നോട്ടയും കറക്റ്റ്. സവാദിയും. നോട്ട സവാദി മെയിൽ കബ്ബാണ്, അതെ സവാദി ഫീമെയിൽ കബ്ബാണ്. ഫീമെയിൽ ഈ കബ്. രണ്ടിന്റെയും കൂടെ ഗിസയെ കാണാൻ പറ്റി. ഗിസ ഫസ്റ്റ് കാണുന്നത് തന്നെ നമ്മുടെ വെൽക്കമിങ് ഷോട്ട് തന്നെ ഒരു ആഫ്രിക്കൻ ഹെയറിനെ
കടിച്ചോണ്ട് വരുന്ന ഷോട്ടാണ് നമ്മൾ കാണുന്നത് അതെ, കില്ല് ചെയ്തിട്ട്. തീർച്ചയായും. അത് പോയ ദിവസം അത് വൈകുന്നേരം തന്നെ കണ്ടു എന്നുള്ളൂ. അതാ കണ്ടു നമ്മൾ ആ എന്നുള്ളത്. മാരയിൽ ലൈക്കിപ്പേ വരെയുള്ള ആ ഒരു ലോങ് എന്താ ബൈ റോഡുള്ള ജേണി അല്ല അതിന്റെ ഒരു ക്ഷീണമൊക്കെ അത് കംപ്ലീറ്റ്ലി അങ്ങ് ക്ഷീണമൊക്കെ മാറി. കറക്റ്റ്. മാറ്റി അല്ലേ? എക്സാക്ട്ലി. അതൊരു ഒന്നൊന്നര എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. അതെ, അതെ, അതെ. അത് പിന്നെ ആ, അത് പിന്നീട് കഴിഞ്ഞ് നമ്മള് പിന്നെ നമ്മള് നൈറോബിയിലേക്ക് അല്ലേ? ഇത് പിന്നെ അവിടുത്തെ ലക്കിപ്പി വരുമ്പോ 3 ദിവസത്തെ സ്റ്റേ കഴിഞ്ഞിട്ട് സഫാരി എല്ലാം കഴിഞ്ഞ് നമ്മൾ നൈറോബി വന്നു. പക്ഷെ നമുക്ക് നൈറോബി ഒരു ആഫ്റ്റർനൂൺ കൂടി ഉണ്ടായിരുന്നു. നമ്മുടെ ഫ്ലൈറ്റ്സിന്റെ ടൈം ഷെഡ്യൂളിനനുസരിച്ചിട്ട് നമുക്ക് അതെ നൈറോബിയിലെ ഒരു ഹാഫ് ഡേ കിട്ടിയായിരുന്നു. അല്ലെ, ഒരു കിട്ടിയായിരുന്നു. ശരിയാ. 3 to 6 അല്ലെങ്കിൽ 2 to 6 നമ്മൾ ചെയ്തായിരുന്നു ആ, എന്നാണ് എൻ്റെ ഓർമ്മ. അങ്ങനെയാണ് നമ്മൾ ആ ബിഗ് ഫൈവിനെ കവർ ചെയ്യുന്നത് അല്ലെ? അതെ അതെ റൈനോയെ ഇപ്പൊ നമുക്ക് വൈറ്റ് കിട്ടുന്നത് നൈറോബിന്നാണ്. അതെ അതെ വൈറ്റ് റൈനോ ബ്ലാക്ക് റൈനോ നമ്മൾ കണ്ടിരുന്നു. കണ്ടു ഉം. കറക്റ്റ്. അതെ. ആ, പിന്നീട് അപ്പം എക്സ്പീരിയൻസ് ഒന്നും പറയാനുള്ള ഗംഭീര എക്സ്പീരിയൻസ് ആണ് അല്ലെ? തീർച്ചയായും. ആ എല്ലാവർക്കും ഇപ്പൊ ഫോട്ടോഗ്രാഫി ചെയ്യുന്നവരാണെങ്കിലും അല്ലെങ്കിലും അതെ വൈൽഡ് ലൈഫിനെ ഇഷ്ടപ്പെടുന്ന ആർക്കും നമ്മൾ വൺസ് ഇൻ എ ലൈഫ് ടൈം എന്നൊക്കെ പറയാം. വേണമെങ്കിൽ തീർച്ചയായും തീർച്ചയായും. ഒരു തവണയെങ്കിലും നിങ്ങൾ പോയി എൻജോയ് ചെയ്യേണ്ട അല്ലെങ്കിൽ അതെ പോയി എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് തീർച്ചയായും. കെനിയ എന്ന് പറയുന്നത്. ഉം. അതെ അല്ലെ? അപ്പൊ പിന്നെ അതെ തീർച്ചയായും. അതെ അപ്പോൾ നമ്മൾ ഇപ്പോൾ നമ്മൾ നേരത്തെ നമ്മൾ ഈ പോഡ്കാസ്റ്റിന്റെ തുടക്കത്തിൽ പറഞ്ഞ പോലെ നമ്മൾ എങ്ങനെയാണ് ആഫ്രിക്കൻ സഫാരി എപ്പോഴാണ് ഒരു തോന്നുന്നത്? ഫോട്ടോഗ്രാഫറുടെ അതെ അല്ലേ എപ്പോഴാണ് അതെ എപ്പോഴാണ് തോന്നിയത്, നമ്മൾ എങ്ങനെയാണ് നമ്മളൊരു തയ്യാറാണെന്ന് നമുക്ക് തോന്നിയത്? അതെ അത് നമ്മൾ എങ്ങനെ പ്രിപ്പയർ ആവുന്നു എന്നുള്ളതിനെ ബേസ് ചെയ്തിരിക്കും അല്ലേ. അതെ അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ ഇപ്പോൾ ഫോട്ടോഗ്രാഫിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ മെയിൻ അല്ലെങ്കിൽ വീഡിയോഗ്രാഫിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ മെയിനായിട്ട് നമ്മൾ സഫാരിക്ക് പോകുന്നതെന്നുണ്ടെങ്കിൽ ഉം. ബേസിക് ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ്സ് നമ്മൾക്ക് തീർച്ചയായിട്ടും ഉണ്ടാവുമല്ലോ. നമ്മൾക്ക് അതെ ക്യാമറയെ പറ്റിയിട്ടും ലെൻസിനെ പറ്റിയിട്ടും ചില ആൾക്കാർ എന്താ ഇൻ്റർചേഞ്ചബിൾ ലെൻസ് DSLR അല്ലെങ്കിൽ മിറർലെസ് ക്യാമറകൾ കൊണ്ടുപോകുന്നവരായിരിക്കും ഭൂരിഭാഗം ആൾക്കാരും. അപ്പോൾ അതെ അവർക്ക് ഏകദേശം ഒരു ധാരണ എന്തായാലും ഉണ്ടാവും അല്ലേ. അതിൻ്റെ സെറ്റിങ്സിനെ പറ്റിയിട്ടും ഓട്ടോ ഫോക്കസിനെ പറ്റിയിട്ടും എന്തായാലും ഒരു ധാരണ ഉണ്ടാവും. അതെ അപ്പോൾ നമുക്ക് പോകുന്നതിന് മുമ്പ് ചെറിയൊരു ലോക്കൽ ബേർഡിംഗ് ട്രിപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനത്തെ ചെറിയ ട്രിപ്സോ എല്ലാം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, എസ്പെഷ്യലി ഉം. നമ്മളൊരു പുതിയ ക്യാമറ വാങ്ങിയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉം. ഈ സഫാരിക്ക് മുമ്പ് തന്നെ ഇങ്ങനത്തെ ചെറിയൊരു ട്രിപ്പ് ചെയ്യുന്നത് ഉം. കുറച്ചുകൂടി നന്നായിരിക്കും, നമുക്ക് ക്യാമറയെ പറ്റി നന്നായിരിക്കും. കൂടുതൽ അറിയാനും ശരിയാണ്. അല്ലേ. കാരണം ആഫ്രിക്കൻ ഇത് അവിടുത്തെ എന്താ പറയുക, എസ്പെഷ്യലി ചേസ് പോലത്തെ സംഭവങ്ങളിലൊക്കെ നമ്മൾക്ക് ഗിയറിനെ പറ്റി കുറച്ചധികം ധാരണ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതെ കുറച്ചുകൂടി ഈസി ആയിരിക്കും അല്ലേ അതെ എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഈ പോകുന്ന സമയത്തെ ഫോട്ടോസ് നമ്മൾ ഇപ്പോൾ പോർട്രേറ്റ്സ് ആണ് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ഏതൊക്കെ ടൈപ്പ് ഫ്രെയിംസ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ ഉം. അതനുസരിച്ച് നമുക്കും ഒരു ധാരണ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്കൊരു ഉം. പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഉം. അതനുസരിച്ചിട്ട് നമ്മളുടെ ഗൈഡിനോടും അല്ലെങ്കിൽ ഡ്രൈവറിനോടും സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ നമുക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. അവർ നന്നായി നമ്മളെ ഹെൽപ്പ് ചെയ്യും. നമുക്ക് വേണ്ട ഷോർട്സിനെ പറ്റിയിട്ടെല്ലാം അവരോട് ഡിസ്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർ തീർച്ചയായും അത് ഹെൽപ്പ് ചെയ്യും. അത് അത് പറയുമ്പോഴാണ് മാത്രമല്ല അല്ലെ? അത് പറയുമ്പോഴാണ് നമ്മള് നല്ലൊരു ഗൈഡിനെയും ഒരു ഡ്രൈവറെയും വേണമെന്നുള്ള തീർച്ചയായും കാര്യം തീർച്ചയായും നമ്മൾ ആലോചിക്കേണ്ടത്. അത് അതെ അതിനൊരു കാരണമുണ്ട്. കാരണം നമുക്ക് കിട്ടിയ ഡ്രൈവറും ഗൈഡും മസായിൽ അതെ തന്നെ ഉള്ളവരായിരുന്നു. തീർച്ചയായും അവർക്കൊരു തീർച്ചയായും നെറ്റ്വർക്ക് ഉണ്ട്. അവർക്കൊരു ഒരു ഒരു റേഡിയോ നെറ്റ്വർക്ക് ഉണ്ട്. അപ്പൊ തീർച്ചയായും അതെ അവരെന്തെങ്കിലും ഒരു നല്ല സൈറ്റിംഗ്, ഒരു പുതിയ സൈറ്റിംഗ് വരുമ്പം ആഹാ, ഇവർ ഈ റേഡിയോ നെറ്റ്വർക്കിൽ കൂടെ അവരുടെ ലാംഗ്വേജിൽ, മസായ് ലാംഗ്വേജിൽ നമുക്ക് കേൾക്കാം സംസാരിക്കുന്നത്. അതെ അപ്പം ഇവര് ഈ സ്പോട്ടുകളും അല്ലെങ്കിൽ സൈറ്റിംഗ് എന്താണെന്നുള്ളത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്നുണ്ട്. അതെനിക്ക് തോന്നുന്നില്ല ഇപ്പൊ നൈറോബിയിൽ നിന്നാണ് ഒരു ഡ്രൈവറെ വിളിച്ചിട്ട് പോകുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നില്ല അവർക്ക് നെറ്റ്വർക്ക് ഉണ്ടെന്ന് അല്ലേ? അപ്പം ഉണ്ടാവുന്നു. അതെ നല്ലൊരു തീർച്ചയായും ഡ്രൈവറെ കിട്ടുന്നത് ആ, ഗ- മസായിലുള്ള ഡ്രൈവർ ആണെങ്കിൽ മസായിലുള്ള ഒരു എനിക്ക് തോന്നുന്നത് ഒരു ഡ്രൈവറും നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും. അതെ മസായിലുള്ള ഡ്രൈവറും ഗൈഡും അവിടെ തന്നെയാണെന്നുണ്ടെങ്കിൽ നമുക്കത് നല്ലൊരു ഉം. അഡ്വാൻറ്റേജ് തന്നെയാണ്. അതെ അത് തീർച്ചയാണ്. അപ്പോൾ ഇനി ഇപ്പം നമ്മളുടെ പ്രിപ്പറേഷനെ പറ്റി പറഞ്ഞു. നമ്മൾ ഏത് സീസണിൽ അവിടെ പോകുന്നതായിരിക്കും അതെ നല്ലത്? ഒരുപാട് സീസൺസ് ഉണ്ടല്ലോ. ഉണ്ട് 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 നമ്മളിപ്പോ ഉണ്ട് തീർച്ചയായിട്ടും. അപ്പം ഇപ്പൊ എനിക്ക് മനസ്സിലാക്കാൻ ഞാൻ പ്രിപ്പയർ ചെയ്ത സമയത്ത് ഉം, റിസർച്ച് ചെയ്തതനുസരിച്ചാണെങ്കിലും പിന്നെ ഉം, നമ്മൾ സംസാരിച്ചനുസരിച്ചാണെങ്കിലും അല്ല നമ്മളവിടെ പോയിട്ട് പല ആളുകളോട് സംസാരിച്ചപ്പോഴും ആം, നമുക്കറിയാം ജൂലൈ ടു ഒക്ടോബർ ആണ് ഈ പറയുന്ന പോലെ മൈഗ്രേഷൻ സീസൺ. മൈഗ്രേഷൻ അതെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വൈൽഡ് ബീസ്റ്റുകൾ മസായിമാര റിവർ ക്രോസ് ചെയ്ത് താഴേക്ക് പോകുന്ന അല്ലെ ഉം, സമയമാണ്. അപ്പൊ ആ അതെ സമയം എന്ന് പറഞ്ഞാൽ
ഡ്രൈ സീസണാണ്. ഈ വരുന്ന ഈ വൈൽഡ് ബീസ്റ്റുകളെല്ലാം പുല്ലൊക്കെ തിന്ന് പുല്ലിൻ്റെ നീളമൊക്കെ കുറഞ്ഞ് ഇത് ബാക്കിയുള്ള മൃഗങ്ങളെയും അല്ലെങ്കിൽ സൈറ്റിങ് കുറച്ചുകൂടെ നല്ല ഫോട്ടോസ് കിട്ടുന്ന സമയമാണ്. അതെ അതെ പക്ഷേ അതിനൊരു വേറെ പ്രശ്നമുള്ളത് ഈ മൈഗ്രേഷൻ സീസൺ എന്ന് പറഞ്ഞാൽ വളരെ ഫേമസ് ആയതുകൊണ്ട് ക്രൗഡഡ് ആയിരിക്കും. ക്രൗഡഡ് ആണ്. ആക്ച്വലി ഫോട്ടോഗ്രാഫേഴ്സ് മാത്രമല്ല, അവിടെ അതെ ലോകത്തുള്ള ജനങ്ങൾ മുഴുവൻ വരുന്ന സമയം ഉണ്ടാവും, ഫോട്ടോഗ്രാഫേഴ്സ് തീർച്ചയായും ഉണ്ടാവും. ഉണ്ടാവും തീർച്ചയായിട്ടും. അപ്പം ഇത് മൈഗ്രേഷൻ കാണാനായിട്ട് വരുന്ന ആളുകളുടെ തിരക്ക് കാരണം അതെ നമുക്കൊരു നല്ല സ്പോട്ട് കിട്ടും, ഒരു നല്ല ഫോട്ടോഗ്രാഫി കിട്ടാനായിട്ട് ഒരു നല്ല സ്പോട്ട് കിട്ടുമെന്നോ ഒന്നും പറയാൻ പറ്റില്ല. അതെ. ഓക്കെ, അത് അതുപോലെ ഒരു ക്യാമ്പുകളൊക്കെ എനിക്ക് തോന്നുന്നു ഭയങ്കര എക്സ്പെൻസീവ് ആയിരിക്കും ആ എക്സ്പെൻസീവ് ആയിരിക്കും ആ സമയത്ത്. സമയത്ത്. കിട്ടാനും തീർച്ചയായിട്ടും ഭയങ്കര തിരക്ക് കൂടുന്നു. ബുദ്ധിമുട്ടായിരിക്കും. കറക്റ്റ് തിരക്ക് കൂടുന്നോറും. പിന്നീടുള്ളത് ഷോൾഡർ സീസൺസ് ആണ്. എന്ന് വെച്ചാൽ മൈഗ്രേഷന് മുന്നേ ഉള്ള 3 മാസവും മൈഗ്രേഷൻ ശേഷമുള്ള ഒരു 3 മാസം. ഇപ്പൊ മൈഗ്രേഷൻ അതെ ശേഷമുള്ള ഒരു 3 മാസം ആണെങ്കിൽ നമ്മൾ ആ പീരീഡിലാണ് പോയത്, നവംബറിലാണ് പോയത് അല്ലേ. അതെ ആ നവംബർ സമയത്ത് പുല്ല് കുറച്ച് പൊക്കമുള്ള പുല്ലുകളായിരിക്കും. അപ്പം സ്വരൂപിന് ഓർമ്മയുണ്ടെന്ന് പറഞ്ഞൂടാ, നമ്മള് ഒരു ആ, ഒരു പ്രൈഡ് സിംഹത്തെ കാണാൻ നമ്മൾ ആ പുല്ലിൽ കിടന്നുറങ്ങുന്ന സിംഹത്തെ നമ്മൾ അതെ അതെ കണ്ടില്ല. ഇല്ല ഇല്ല നമ്മള് കുറച്ച് അടുത്തെത്തിയിട്ടല്ലേ, വെഹിക്കിൾ കൊണ്ട് കുറച്ച് നിർത്തുമ്പോഴാണ് അടുത്തെത്തിയാണ് നമ്മൾ അറിയുന്നത് അവിടെ കണ്ടത്. സിംഹം ഉണ്ടെന്നുള്ള കാര്യം അതെ അല്ലെ. അപ്പൊ അത്രയും പൊക്കത്തിലാണ് പുല്ലുള്ളത്. പക്ഷെ തീർച്ചയായും എൻ്റെ ഒരു രസം എന്ന് പറഞ്ഞാൽ നമുക്ക് ആം, കുറച്ചുകൂടെ വൈൽഡ് ലൈഫ് ഇപ്പം തിരക്ക് കുറവായിരിക്കും പൊതുവെ. തീർച്ചയായും അതെ അതെ വലിയ അതെ എക്സ്പെൻസീവ് അല്ല പോവാൻ ഉം, നേരം. പിന്നെ അത്യാവശ്യം വൈൽഡ് ലൈഫ് ആക്റ്റീവ് ആണ്. അതെ ഇപ്പം മൈഗ്രേഷൻ മാത്രം നടക്കുന്നില്ല എന്നുള്ളൂ. പക്ഷെ അതെ എന്നാലും നമ്മൾ വൈൽഡ് ബീസിന്റെ നല്ലൊരു ഗ്രൂപ്പിനെ കണ്ടു, പിന്നെ ബഫലോസിന്റെ തീർച്ചയായും നല്ലൊരു ഗ്രൂപ്പിനെ കണ്ടു അല്ലെ. കണ്ടു. അതെ കണ്ടു അതെ. കണ്ടു. പിന്നെ നമ്മൾ ഈ ഇനിയുള്ളത് ആ ആ പറയും. ആ ഷോൾഡർ സീസൺ മറ്റേ ഇപ്പൊ ജനുവരി മുതലുള്ള സീസൺ ആണെങ്കിൽ ജനുവരി ടു മാർച്ച് എനിക്ക് തോന്നുന്നു നല്ല മഴയുള്ള സമയമാണെന്ന് തോന്നുന്നു അല്ലെ. ആ മഴയും സമയത്താണ് കുറച്ച് ചളിയും കപ്സും ഉണ്ടാവും. ഉണ്ടാവും. അതൊരു 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 പ്ലസ് പോസിറ്റീവ് പോയിന്റ്. പോയിന്റ് ആണ്. അല്ലെ, അതെ പ്രോ ആണ്. പക്ഷെ ആ, എനിക്കത് നല്ല ചെളിയും മഴയൊക്കെ ആയിട്ട് അതെ അതെ എവിടെങ്കിലൊക്കെ കൊടുങ്ങാനുള്ള സാധ്യതയൊക്കെ ഉണ്ടെന്ന് അതെ നമ്മൾ അതെ വീഡിയോസ് കണ്ടിട്ടുണ്ട് അല്ലെ. ഇത് കഴിഞ്ഞിട്ടുള്ള പിന്നെ 4ാമത്തെ പിന്നെ സീസണും ഈ പറഞ്ഞ പോലെ ഓഫ് സീസൺ ആണ്. പക്ഷെ ഈ പറഞ്ഞ പോലെ ഭയങ്കര വെറ്റ് ആയിട്ടുള്ള സീസൺ ആണല്ലേ, എനിക്ക് സീസൺ തോന്നുന്നു ആണ്. അത് ഏപ്രിൽ ടു കഴിഞ്ഞിട്ട് ഏപ്രിൽ മെയ് ആ സമയങ്ങളിൽ. അത് കഴിഞ്ഞിട്ടുള്ള സമയം ഈ ഗ്രീൻ ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് കിട്ടാൻ നല്ലതാണ്. അത് കഴിഞ്ഞുള്ള സമയം അല്ലെ. പക്ഷേ ആ സമയത്ത് എനിക്ക് തോന്നുന്നു ഫ്ലഡിന്റെ ഒക്കെ ഇഷ്യൂസ് ഉള്ള കാരണം കുറെ അതെ. ക്യാമ്പുകളൊക്കെ ക്ലോസ് ചെയ്യുന്നു തോന്നുന്നു ഈ ഈ ഈ ഫ്ലഡ് ആ ഈ വെറ്റ് ആയിട്ടുള്ള ഈ ഏപ്രിൽ മെയ് സമയങ്ങളിൽ. സമയങ്ങളിൽ അല്ലെ കുറച്ച് ശ്രദ്ധിക്കേണ്ട സമയമാണ്. പക്ഷെ നല്ല ഫോട്ടോസ് കിട്ടാനുള്ള പറ്റിയ ഫോട്ടോസ് സമയമാണ്. അപ്പൊ കിട്ടാൻ നല്ല ചാൻസ് ഉണ്ട്. എക്സ്പീരിയൻസ് എനിക്ക് ആയിട്ടുള്ള തോന്നുന്നു കുറെ ആളുകളുടെ കൂടെയാണ് പോകുന്നുണ്ടെങ്കിൽ അതെ ആ അതെ അതെ ക്യാമ്പുകൾ ക്ലോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഓപ്പൺ ആയിട്ടുള്ള ക്യാമ്പുകൾ ഉണ്ടാവും. ഉണ്ടാവും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് എന്താ പറയുക കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള റേറ്റ്സിൽ നമുക്ക് ക്യാമ്പും മറ്റേ അതെ ഡ്രൈവേഴ്സിനൊക്കെ കിട്ടാൻ ചാൻസ് ഉള്ള ഒരു സമയം കൂടിയാണ്. അതെ അതെ. ഇപ്പം നമുക്ക് ഏകദേശം ഒരു ധാരണ കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് ഏത് സമയത്താണ് പോകേണ്ടത്, അതെ എങ്ങനെയാണ് പ്രിപ്പയർ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. നമുക്കൊരു ചെറിയ എക്സ്പീരിയൻസ് വേണമെന്ന് പറഞ്ഞല്ലോ സ്വരൂപ്. അതെ അതെ ഒരു ബേർഡിംഗ് ട്രിപ്പ് അല്ലേ, അതല്ലേ പറഞ്ഞത്. അതെ ഒരു ബേർഡിംഗ് ട്രിപ്പ് അതെ അതെ ചെറുതായിട്ട് എവിടെയെങ്കിലുമൊക്കെ പോയി നമ്മുടെ ക്യാമറ ഒന്ന് ഫെമിലിയർ ആവുകയാണെന്നുണ്ടെങ്കിൽ അതെ പോവാം. അവിടെ പക്ഷേ ചെറിയൊരു ടിപ്പ് ഉം, ഞാൻ പറയാൻ വിട്ടുപോയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഇപ്പോൾ നമ്മളൊരു പുതിയ ക്യാമറ വാങ്ങിച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ ആ ക്യാമറയ്ക്ക് ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഇപ്പോൾ ആ കമ്പനി പ്രൊവൈഡ് ചെയ്യുകയാണെന്ന്, അല്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് റിലീസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചാടിക്കറി അത് ചെയ്യരുത്. അപ്ഡേറ്റ് ചെയ്യുന്നത് അത് എനിക്ക് ഈ അതെ ആഫ്രിക്കൻ സഫാരി സംഭവിച്ചല്ല, ഇവിടെ നമ്മൾ ലോക്കലായിട്ട് ഒരു ബേർഡിംഗ് ട്രിപ്പിന് ഇതുപോലെ പോയ സമയത്ത് പോകുന്നതിന് ഒരു 1-2 ദിവസം മുമ്പ് ഇതുപോലെ എനിക്ക് മേജർ ആയിട്ടുള്ള ഇഷ്യൂസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ അപ്ഡേറ്റ് ചെയ്തു, പക്ഷേ മേജർ ആ ആയിട്ട് ഇഷ്യൂസ് ഒന്നും ഉണ്ടായില്ല. പക്ഷേ ഈ ഓട്ടോ ഫോക്കസിലെല്ലാം ചെറിയ കുറച്ച് ഇഷ്യൂസ്, ബാക്ക് ഫോക്കസിങ്, ഓ അങ്ങനത്തെ കുറച്ച് ഇഷ്യൂസ് ഒക്കെ ശരി 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 ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു കുറച്ച്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അത് ഒരാഴ്ച ശേഷം മറ്റേ ആ കമ്പനി വീണ്ടും ഒരു ഫിക്സ്, അതിനെ പുതിയൊരു അപ്ഡേറ്റ് ഇറക്കി അത് ഫിക്സ് ചെയ്തു. അപ്പോൾ എൻ്റെ ഒരു അഡ്വൈസ് എന്ന് പറയുന്നത് കാരണം നമ്മൾ വൺസ് ഇൻ എ ലൈഫ് ടൈം പോകുന്ന ട്രിപ്പാണല്ലോ, അപ്പോൾ ഈ ഒരു സമയത്ത് ഇങ്ങനത്തെ ഒരു വലിയൊരു ഗാമ്പിൾ എടുക്കാതിരിക്കുക എന്നുള്ളതാണ് അതെ അതെ മെയിൻ. യെസ് അതെ, അത് നല്ലൊരു ടിപ്പായിരുന്നു. അല്ലാതെ കറക്റ്റാണ്. ഏറ്റവും പുതിയ ക്യാമറയും കൊണ്ട് പോകാതിരിക്കുക, അതെ അതെ ഒരു ഫെമിലിയർ ആയിട്ടുള്ള ക്യാമറ കൊണ്ട് പോകുക എന്നുള്ളതാണ്. പോവാ. അപ്പൊ അതെ അതിനകത്തില് അതെ. അതുപോലെ തന്നെ നമ്മൾ ഈ വിസയുടെ കാര്യങ്ങൾ അല്ലേ, ഇപ്പം ഒരു ഇന്ത്യൻ പാസ്പോർട്ടിന് വിസ വേണ്ട എന്നുള്ളതാണ് ഏറ്റവും എന്താ പറയുന്നത്, ഗുണമുള്ളൊരു കാര്യം. അപ്പം അതെ വിസ വേണ്ടെങ്കിൽ നമ്മൾ ഈ ഓൺലൈനിൽ അപ്ലൈ ചെയ്യണം അല്ലെ. അതെ ഞാനങ്ങനെ ചെയ്തത്, ഓൺലൈൻ അപ്ലൈ ചെയ്ത് അവരുടെ ഒരു എനിക്കൊരു ഇ വിസ 2-3 ലിങ്ക് ഒക്കെ ദിവസം ഉണ്ട്. കൊണ്ട് ഒരു ഇ വിസ ലിങ്ക് ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ അത് കമന്റിലോ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. വളരെ സ്ട്രേറ്റ് ഫോർവേഡ് ആണ്.
അതെ. ആകെ അപ്പം എനിക്ക് തോന്നുന്നു എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ നമ്മുടെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ മാത്രം അതും അപ്ലോഡ് ചെയ്താൽ മാത്രം മതി. ഒരു സോഫ്റ്റ് കോപ്പി അപ്ലോഡ് മതി. ചെയ്തിട്ട് നമ്മളുടെ ക്യാമ്പിൽ ഏതൊക്കെ ക്യാമ്പുകളിലാണ് പോകുന്നത് അവിടുത്തെ കറക്റ്റ്. ചെക്ക് ഇൻ ചെക്ക് ഔട്ട് ഡേറ്റ്സുകൾ, അതുപോലെ കറക്റ്റ്. നമ്മളെ നൈറോബിലോട്ട് ഇൻ ആൻഡ് ഔട്ട് ഉള്ള ഡേറ്റ്സും എല്ലാം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വിത്തിൻ 2 അതെ. days ആണ് നമ്മൾക്ക് വിസ സ്റ്റാമ്പ് ചെയ്ത് കിട്ടിയത്. ബേസിക്കലി ബുക്ക് ചെയ്ത നമ്മുടെ ഹോട്ടൽസുകൾ ബുക്ക് ചെയ്തതിന്റെ ഒരു ഡോക്യുമെന്റ് കൊടുക്കുക എന്നുള്ളതാണ് അല്ലേ? അതെ, ഒരു അവർക്ക് ഡോക്യുമെന്റ്, അറിയണം അതെ, നമ്മൾ ഒരു എന്ത് മുതൽ ഐറ്റിനറി, എന്ത് വരെയാണ് കെനിയയിൽ ഉണ്ടാകുക, അതെ, ഒരു അതുപോലെ തന്നെ ഐറ്റിനറി അവർക്ക് എവിടെയാണ് വേണം. താമസിക്കുന്നത് അല്ലേ? അതെ 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 അതെ. അതെ. പിന്നെ ബേസിക് ആയിട്ടുള്ള കുറെ എന്താ പറയുക, നമ്മളുടെ എമർജൻസി കോണ്ടാക്ട്സ്, നമ്മളുടെ കറണ്ട് അഡ്രസ്സ്, അങ്ങനത്തെ നോർമൽ ഡീറ്റെയിൽസ് മാത്രം നോർമൽ മതി അവർക്ക്. കാര്യങ്ങൾ. അതെ. നോർമൽ ഡീറ്റെയിൽസ് കാര്യങ്ങൾ. മാത്രം അതെ കൊടുത്താൽ മതി. വളരെ എളുപ്പമാണ് അത് അതെ. ആക്ച്വലി. അത് തീർച്ചയായും അപ്ലൈ തീർച്ചയായും. ചെയ്യാൻ എളുപ്പമാണ്. അതെ. അതെ. അതുപോലെ ഇഷ്ടം പോലെ നൈറോബിലേക്കാണെങ്കിലും ഇഷ്ടം പോലെ ഫ്ലൈറ്റ്സും ഉണ്ട്. നമ്മുടെ നാട്ടിൽ നിന്നാണെന്നുണ്ടെങ്കിലും ആ, മോസ്റ്റ്ലി ആൾക്കാർ എനിക്ക് തോന്നുന്നു മിഡിൽ ഈസ്റ്റ് വഴിയാണ് കണക്ട് ചെയ്യുന്നത്. ഈ അതെ. നാട്ടിൽ നിന്നും ഫ്ലൈറ്റ്സ് ഉണ്ടെന്നാണ് എൻ്റെ ഒരു ധാരണ. അതെ. ഓക്കെ. അപ്പം എന്താ പറഞ്ഞത്, നമ്മൾ ഈ പറഞ്ഞ പോലെ ക്യാമറയെ പറ്റി പറഞ്ഞു. ബേസിക് ആ, നമ്മൾ ഏത് സീസണിലാന്ന് പറഞ്ഞു. ഒരു അതെ വി വിസ അപ്ലൈ ചെയ്യണം അല്ലേ? അതെ അതെ അതുപോലെ തന്നെ ഫ്ലൈറ്റ്സ് നൈറോബിയിലേക്കാണ് നമ്മൾ ഫ്ലൈറ്റ്സ് നോക്കേണ്ടത് അല്ലേ? അതെ 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 ആ, തീർച്ചയായും. അതുപോലെ തന്നെ എനിക്ക് എപ്പോഴും പേടിയുണ്ടായിരുന്ന ഒരു കാര്യമാണ്, ഇപ്പം ഉം. നല്ല ഫുഡും വെള്ളമായിരിക്കുമോ ആ, ഉണ്ടാവുക? കാരണം നമ്മൾ ആഫ്രിക്കയെ കുറിച്ച് കേൾക്കുന്ന കഥകളൊക്കെ അല്ലേ അതെ അതെ. അതനുസരിച്ചാണെങ്കിൽ, പക്ഷെ അവർ ഉം. അങ്ങനെ ഒരു പ്രശ്നമേ ഉണ്ടായിട്ടില്ല. തീർച്ചയായും വെള്ളം അവർ തീർച്ചയായും. ബോട്ടിൽഡ് വാട്ടർ സെർവ് ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാ ക്യാമ്പുകളിലും. ഉം. അതെ. അതുപോലെ തന്നെ ഫുഡാണെങ്കിലും നമുക്കൊരു ഇന്ത്യക്കാരി ചേച്ചിയാണ് നമുക്ക് കുക്ക് ചെയ്ത് തരുന്നത്. നമുക്ക് മാരയിലായിരുന്നു. അവിടെ പോയി അതെ ഇന്ത്യൻ ഫുഡ് കിട്ടിയെന്നുള്ളതാണ് അല്ലേ? അതെ. മാരയിൽ പോയി നമുക്ക് ഇന്ത്യൻ ഫുഡ് കിട്ടി എന്നുള്ളതാണ് ഇന്ത്യൻ അതിൻ്റെ ഒരു ഫുഡ് ഹൈലൈറ്റ്. കിട്ടി എല്ലാ ദിവസവും. അതെ. അപ്പൊ അങ്ങനെ അപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ആണെങ്കിൽ ബിണ്ടി അവര് മസാലയും ചിക്കൻ കറിയും എല്ലാം ഇപ്പോഴും ഓർമ്മയുണ്ട്. അതെ, അതെ, അതെ. അതുപോലെ തന്നെ ഇപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ കുറച്ച് നേരത്തെ പോകുന്നുണ്ടെങ്കിൽ ക്യാമ്പുകൾ തന്നെ ആ, അവര് ഡെലിവറി ചെയ്യും അല്ലെ? അതെ. ഏതായാലും ഡെലിവറി ചെയ്യുക, അല്ലെങ്കിൽ അവര് ഈ വണ്ടിയിൽ തന്നെ അവര് കൊണ്ടുവരും നമുക്കുള്ള ഫുഡ് ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ കൊണ്ടുപോവുക ചെയ്തേ. ഒന്ന് കൊണ്ടുപോകും. രണ്ട് സഫാരിക്ക് മാത്രം ലഞ്ച് അവർ നമ്മൾ പറയുന്ന സ്പോട്ടിൽ പറഞ്ഞ അവർ സ്പോട്ടിൽ കൊണ്ടുവന്ന് കൊണ്ടു ഡെലിവറി തന്നു ചെയ്യായിരുന്നു. അങ്ങനെ. അത് നമ്മൾ ആ, ക്യാമ്പിന് കുറച്ച് അടുത്തായ കാരണം അവർ കൊണ്ട് അതെ, അതെ, വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു ഡെലിവറി അങ്ങനെ ചെയ്തത്. അല്ലെ? തീർച്ചയായും അതെ, തീർച്ചയായും. വളരെ അതെ. ഈ 3 അപ്പം സ്ഥലത്തെയും ക്യാമ്പ് എക്സ്പീരിയൻസ് വളരെ നല്ലായിരുന്നു. വളരെ നല്ലായിരുന്നു. അതുപോലെ തന്നെ എസ്പെഷ്യലി മാര ആൻഡ് കറക്റ്റ്, കറക്റ്റ്. ഇന്ത്യൻ ഫുഡ് കിട്ടിയ ലൈക്കിറ്റിയ. സ്ഥലമാണ്. അതെ, ഇന്ത്യൻ ഫുഡ് കിട്ടിയ സ്ഥലം അതുകൊണ്ട് തന്നെ. അതെ. ഓക്കെ. അപ്പോൾ അതുപോലെ ഷിബു ഏതൊക്കെ ക്യാമറയാ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്? ഞാൻ കുറെ വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്നത് എൻ്റെ ഒരു നിക്കോൺ D850 ആണ്. DSLR ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതാണ് ഇന്ന് എൻ്റെ മേജർ. ലെജൻഡറി DSLR. ആ, കറക്റ്റ്. അതെ, അതെ, ലെജൻഡറി. അപ്പോൾ അതാണ് ഞാൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എൻ്റെ ലെൻസ് ഒരു 200-500 ലെൻസ് ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. അത് സൂം ലെൻസാണ്. അതുപോലെ തന്നെ ഞാനൊരു വൈഡ് ആംഗിൾ ലെൻസ് കൊണ്ട് ഒരു 24-70 ആണ് എനിക്ക് കൈവച്ചത്. അപ്പോൾ അതെ ഇതിനിടയിലുള്ള ഒരു ലെൻസ് കൊണ്ടുപോകണോ എന്നുള്ള കാര്യം അതെ. ഞാൻ അത്രയും എനിക്ക് ആ എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് വിചാരിച്ചു. അപ്പോൾ ഞാൻ ആ, റെക്കമെൻഡ് ചെയ്യുന്നത് ഇപ്പോൾ ആ. ഒരു 70, 200 300 ഒരു ലെൻസും കൂടെ കയ്യിൽ വെക്കുന്നത് ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും. നല്ലതായിരിക്കും. അപ്പോൾ ശരിയാണ്. നമുക്ക് ആ ഫുൾ റേഞ്ച് കിട്ടും. ആ, അപ്പോൾ ഉം, ഞാനൊരു സെക്കൻഡ് ബോഡി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. എൻ്റെ ഒരു പഴയ D5100 ആണ് എൻ്റെ നേരത്തെ ഉണ്ടായിരുന്ന ക്യാമറ. അപ്പോൾ അത് ഉം, കൊണ്ടുപോയി അതും ഹെൽപ്പ് ചെയ്തു. ഒരു ഉം. വൈഡ് ആംഗിൾ ഫോട്ടോസൊക്കെ ഷൂട്ട് ചെയ്യാനായിട്ട് ഞാൻ അതാ യൂസ് ചെയ്ത് മിക്കവാറും. അതുപോലെ അതെ തന്നെ മേജറായിട്ടുള്ള നമ്മുടെ ഇൻ ഹാൻഡ് യൂസ് ചെയ്ത് D50 ആണ്. സ്വരൂപിൻ്റെ എനിക്കറിയാം സോണി A1 അല്ലേ? വെള്ളത്തിൽ ഞാൻ വീണൊരു A1 വെള്ളത്തിൽ വീഴാത്തൊരു അതെ, A1 കൊണ്ടാണ് വെള്ളത്തിൽ വന്നതെന്ന് എനിക്ക് വീഴാത്തൊരു തോന്നുന്നു. ഏവുണ്ടാവും. അത് ആക്ച്വലി അതൊരു വലിയൊരു കഥയാണ്. അതെനിക്ക് തോന്നുന്നില്ല അത് ഒരു എപ്പിസോഡിലും തീരുന്നു തോന്നുന്നില്ല. ഈ വെള്ളത്തിൽ വീണ കഥ അത് നമുക്ക് വേറൊരു ദിവസം വേറൊരു എപ്പിസോഡിൽ പറയാമെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും. ഞാൻ കൊണ്ടുപോയത് ഇതുപോലെ ഒരു A1 A1 ആയിരുന്നു. A1 എൻ്റെ പഴയ ക്യാമറയായിരുന്നു. പിന്നെ അതെ. ഒരു A1 പിന്നെ എൻ്റെ മെയിൻ ലെൻസ് എന്ന് പറയുന്നത് ഒരു 400 G മാസ്റ്ററും, പിന്നെ ബാക്കപ്പ് ഇത് നമ്മളുടെ സൂം ലെൻസ് എന്ന് പറയുന്നത് 70-200 ആയിരുന്നു. പിന്നെ അതെ. ഒരു വൈഡ് ആംഗിൾ ആയിട്ട് ടാമറോന്റെ ഒരു 28-200 ലെൻസ് കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ആ, 3 മെയിൻ ലെൻസ്. അതിൽ ഓക്കെ. ഏറ്റവും കൂടുതൽ പക്ഷെ നമ്മൾ യൂസ് ചെയ്തത് 400, എസ്പെഷ്യലി 400 ആയിരുന്നു നമ്മളുടെ ആ, എന്താ പറയുക ഗോ ടു ലെൻസ്. പിന്നെ ഈ ഗോ ടു ലെൻസ്. 70-200 ഒരു എൻ്റെ ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ ഒരു 30-40% നമ്മൾ 70-200 നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. യൂസ് ചെയ്തിട്ടുണ്ട്. വൈഡ് ആംഗിൾ വളരെ എന്താ പറയുക വളരെ റെയറായിട്ട് യൂസ് ചെയ്തുള്ളൂ. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഷോർട്ട് ടെലിഫോട്ടോയും, അതായത് ഈ 70-200 ഒരു സൂപ്പർ ടെലിഫോട്ടോയും, അതായത് ഈ 200-600 അല്ലെങ്കിൽ 180-600 പോലത്തെ, അല്ലെങ്കിൽ 100-500 അതുപോലെ ക്യാനൻ്റെ തന്നെ 200-800 ഒക്കെ ഉണ്ടല്ലോ. ഇങ്ങനത്തെ ഏതെങ്കിലും ലെൻസ് നമ്മൾ സൂപ്പർ ടെലിഫോട്ടോയിന് വേണ്ടിയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അതുപോലെ ഈ പറഞ്ഞ 70-200 ആണെന്നുണ്ടെങ്കിൽ നമ്മൾ മോസ്റ്റ്ലി കവേർഡാണ്. കവേർഡാണ്. അതെ, അതെ റൈറ്റ്. അപ്പൊ എനിക്കൊന്ന് നമ്മുടെ സമയം തീരാറായി തോന്നുന്നു അല്ലേ? അതെ അതെ. ഈ എപ്പിസോഡിൽ നമുക്ക് ബാക്കിയുള്ള ഇതിൽ നമുക്ക് കുറെ കാര്യങ്ങളോട് കുറെ സംസാരിക്കാനുണ്ട് അല്ലെ? തീർച്ചയായും നമ്മുടെ തീർച്ചയായും. എക്സ്പീരിയൻസുകളും
കുറേക്കൂടെ ലെൻസിനെ പറ്റിയും അതിന്റെ കാര്യങ്ങളെ പറ്റിയൊക്കെ സ്വരൂപ് വളരെ നോളജബിൾ ആണ്. നമുക്ക് സ്വരൂപിന്റെ കേൾക്കാം. അപ്പം തീർച്ചയായും. എന്താണൊരു അപ്പൊ റീസെന്റ് നമുക്ക് ഈ എപ്പിസോഡ് ക്ലോസ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് റീസെന്റ് ആയിട്ട് സ്വരൂപ് ചെയ്തതോ പഠിച്ചതോ ആയിട്ടുള്ള ഒരു കാര്യം പറയുകയാണെങ്കിൽ നമുക്കത് വൈൻഡപ്പ് ചെയ്യാനൊരു ഒരു നല്ല ഒരു എലമെന്റ് ആയിരുന്നു അത്. അത് ശരിയാ. അപ്പൊ ഇവിടെ ഞാനിപ്പോ ആക്ച്വലി UK-യിലാണ് താമസിക്കുന്നത്. അപ്പോൾ ഇവിടെ സ്പ്രിംഗ് ആൻഡ് സമ്മർ സീസൺ ഏകദേശം ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഇവിടുത്തെ ഫോട്ടോഗ്രാഫേഴ്സ് എല്ലാവരാണെങ്കിലും അതിനു വേണ്ടി വെയിറ്റ് ചെയ്യുന്നതാണ്. മോസ്റ്റ്ലി ഈ എസ്പെഷ്യലി സീ ബേർഡ്സ് എല്ലാം അത് ബ്രീഡിംഗ് കോളനീസിലോട്ട് വരുന്നത് ഏകദേശം ഈ സമയത്താണ്. പഫിൻസ്, അതായത് ഓക്സ് ഫാമിലി തന്നെ മെയിൻ ആണ് ഈ പഫിൻസ്. ബാക്കിയുള്ള രണ്ടെന്ന് പറയുന്നത് റേസർ ബിൽസും അതുപോലെ ഗില്ലിമോട്സും ആണ്. അപ്പോൾ അതിലെ മെയിൻ ആണ് ഈ പഫിൻസ്. അപ്പോൾ ഈ പഫിൻസിനെ കാണാൻ പറ്റുന്ന 1-2 നല്ല സ്ഥലങ്ങൾ ഇവിടെ ഉണ്ട്. കുറച്ച് ഡ്രൈവ് ഉണ്ട്, എന്നാലും ഞാൻ എല്ലാ വർഷവും മിസ്സാക്കാതെ എല്ലാ വർഷവും വെയിറ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ പഫിൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നലെ ഞങ്ങളൊരു അടുത്തുള്ള വേറൊരു ഐലൻഡിൽ ഞങ്ങൾ അവിടെ ലാൻഡ് ചെയ്യാൻ പറ്റില്ല. ലാൻഡ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് അധികം കാണാൻ പറ്റില്ല. പക്ഷെ നമ്മൾ ബോട്ടിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ക്ലിഫ്സിന്റെ ഒക്കെ അടുത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് പഫിൻസിനെയൊക്കെ അടുത്ത് കാണാൻ പറ്റും. അപ്പോൾ പഫിൻസ് ട്രിപ്പ് ആയിരുന്നു. അപ്പോൾ ഇത് ആക്ച്വലി എൻ്റെ ഫസ്റ്റ് ട്രിപ്പാണ്. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ ഈ സ്പ്രിംഗ് സമ്മർ സീസണിലെ ബേർഡിംഗ് ട്രിപ്പ് അങ്ങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒഫീഷ്യലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇന്നലെ സ്റ്റാർട്ട് ചെയ്തു. സിബു എന്താ റീസെന്റ്? ഞാൻ ഓർമ്മയുണ്ടോ, അന്ന് നമ്മള് സ്പോർട്ട് മീറ്റിനെ കുറിച്ച് കുറെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. നമ്മള് കുറെ പരീക്ഷകൾ നടത്തിയിട്ടുണ്ടായിരുന്നു ആഫ്രിക്കയില്. നമ്മളന്ന് കുറെ സംസാരിച്ചു. കാരണം നമുക്ക് ഇഷ്ടം പോലെ ഈ സൈറ്റിങ്ങിന്റെ ഇടയിൽ ഇഷ്ടം പോലെ നമുക്ക് സമയം കിട്ടുമ്പോൾ നമ്മള് കൂടുതലല്ലേ സംസാരിക്കുന്ന എല്ലാം നമ്മള് ലൈക് നോളജ് ഷെയറിംഗ് ആയിരുന്നു. എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ അതെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പൊ ഇങ്ങനത്തെ കുറെ ഷെയർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. തീർച്ചയായും നമ്മള് ആ സ്പോർട്ട് മീറ്റിംഗിൽ എടുത്ത ഫോട്ടോസ് ഞാൻ കുറച്ച് നോക്കി. അപ്പം അതില് എസ്പെഷ്യലി കണ്ണിലൊക്കെ ലൈറ്റ് വരുന്ന കുറെ ഫോട്ടോകളൊക്കെ നമ്മളൊന്ന് കുറെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അതെ അതൊക്കെ നമ്മൾ ഇങ്ങനത്തെ ഈ മാമൽസിന്റെ ഒക്കെ അടുത്ത് നമ്മൾ പോവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനെ ആക്ച്വലി നമുക്ക് സമയം കിട്ടും. ലൈക്ക് അവര് എന്താ പറയാ, ഇപ്പൊ ഒരു ഷെയ്ഡിൽ ഇരിക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ ഉറങ്ങുകയാണെന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് ഒരുപാട് ഇങ്ങനെ എക്സ്പെരിമെന്റ്സ് ചെയ്യാനുള്ള സമയം കിട്ടുന്നതാണ്. അതെ. അപ്പൊ ആ ഫോട്ടോസ് ഒക്കെ എടുത്ത് പൊടി തട്ടി എടുത്ത് എഡിറ്റിംഗിൽ സ്റ്റാർട്ട് ചെയ്യാറുള്ളതാണ് ഞാൻ റീസെന്റ് ചെയ്യുന്നത്. അതെല്ലേ, ഓക്കെ. ഞാൻ ആക്ച്വലി എന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ റീസെന്റ് ഇനിയിപ്പോ ഈ ബേർഡിംഗ് കൂടെ തുടങ്ങി കഴിഞ്ഞാൽ, അതായത് ഈ സമ്മർ ബേർഡിംഗ് കൂടെ തുടങ്ങി കഴിഞ്ഞാൽ ആ ഒരു ഫോട്ടോസ് അവിടെ ഇരിക്കും. അതെ, ഞാൻ ആക്ച്വലി ലിറ്ററലി ആഫ്രിക്കൻ ഫോട്ടോസ് തൊട്ടിട്ട് തന്നെ ഓപ്പൺ ചെയ്തിട്ട് തന്നെ ഇപ്പൊ ഒരു മിനിമം 2 മാസമെങ്കിലും ആയിട്ടുണ്ടാവും. ഞാൻ അത് മാത്രമേ പോസ്റ്റ് ചെയ്യുന്നുള്ളൂ. ഇനി ഇവിടെ ലാൻഡ്സ്കേപ്പും ഇപ്പൊ ഏകദേശം ഇപ്പൊ ബ്ലൂബെൽ സീസൺ ഒക്കെയാണ്. അപ്പോൾ വൈൽഡ് ഫ്ലവേഴ്സിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ പ്രത്യേകിച്ച് ബ്ലൂബെൽസിന്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ, യൂറോപ്പിലെയും UK-യിലെയും കൂടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 50-60% UK-യിലാണ് ഉള്ളത്. ബ്ലൂബെൽസിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ നാട്ടിലേക്ക് നീലക്കുറിഞ്ഞി പോക്കുന്ന പോലെയാണ് ഇവിടുത്തെ ആൾക്കാർ ബ്ലൂബെൽസ് പോക്കുന്നതാണ്. കാരണം ഒരു 1 to 2 വീക്സിനകത്ത് ഇത് ബ്ലൂം ചെയ്ത് കൊഴിഞ്ഞു പോകും. നല്ലൊരു മഴയോ അല്ലെങ്കിൽ ഒരു സ്റ്റോമോ അത് പോവുകയും ചെയ്യും. അപ്പോ എല്ലാ ആൾക്കാരും സമയത്തിന് പിന്നാലെ ഓടുന്നതാണ്. അപ്പോ ഇടയ്ക്ക് അതും കൂടി ട്രൈ ചെയ്യാറുണ്ട്. അപ്പോൾ കഴിഞ്ഞ ആഴ്ച പോയി നോക്കിയായിരുന്നു. ഇപ്പൊ അത് ബ്ലൂം ചെയ്ത് വരുന്നേ ഉള്ളൂ. ഒരു 1 more വീക്ക് കിട്ടും എന്ന് വിചാരിക്കുന്നു. അടിപൊളി. അപ്പൊ ശരി, നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അപ്പൊ ബാക്കിയുള്ള നമ്മുടെ ആഫ്രിക്കൻ വിശേഷങ്ങൾ സംസാരിക്കുന്നതിന് വേണ്ടി നമുക്ക് തീർച്ചയായും അടുത്ത എപ്പിസോഡ് തീർച്ചയായും മിസ്സാവാതെ കാണണം. അപ്പോൾ എല്ലാവർക്കും see you. Bye.